നമ്മുടെ മുലപ്പാല് കുടിച്ച് ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നം ഫേക്ക് ആണെന്ന് ഈ തെളിയിച്ച ഈ പറഞ്ഞ് ഞാൻ ചെയ്യും. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ അങ്ങനെ അടുത്ത കോൺട്രവേഴ്സിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് സുജിനോട് ഭയങ്കര രീതിക്ക് ഒരു താങ്ക്സ് പറയാനുണ്ട്. കാര്യം ഇപ്പൊ ഓൾറെഡി ഒരു കോൺട്രവേഴ്സി നടന്നിരിക്കുകയാണ്. മറ്റേ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കോൺട്രവേഴ്സി എന്റെ പൊന്നോ അതിനൊരു അന്ത്യം ഇല്ലാണ്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി ആ കണ്ടന്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ സുജിൻ എന്തായാലും നമുക്ക് വേറൊരു കണ്ടന്റ് ഒന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സുജിന്റെ പ്രശ്നം എന്താന്ന് നോക്കണമെങ്കിൽ അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ, അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലെ തന്നെ ഈ റിയാക്ഷൻ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പൊ ആ ഒരു ചാനലിനകത്ത് നമ്മുടെ സുജിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഈ പുള്ളിക്കാരൻ പറയാറുണ്ട്. ഈ അതുൽ ബ്രോ എന്ന് പറയുന്നത് പുള്ളി പറയാറുണ്ട്. അപ്പൊ ഈ അതുൽ ബ്രോനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ വീഡിയോസ് അത്യാവശ്യം, അതായത് ഈ സുജിന്റെ കേസൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓവറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയേക്കണത്. പക്ഷെ എന്നാൽ ഞാൻ ഈ സുജിൻ എന്ന് പറഞ്ഞ അവനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. കാര്യം അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഇവൻ. കാര്യം നമുക്ക് ഒരു ജെന്യുവിനിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ്. നമുക്കിപ്പോ കാണുമ്പോഴാണെങ്കിലും ആർക്കായാലും കണ്ടു കഴിഞ്ഞാൽ തോന്നും അതെന്ന് പറഞ്ഞാൽ ഇത് പക്ക ഉടായ്പാണെന്ന് ആർക്കായാലും കണ്ടാൽ തോന്നുന്ന രീതിക്കാണ് ഇവന്റെ ഓരോ കാര്യങ്ങളും. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും ആർക്കായാലും തോന്നുന്ന പോലെയാണ് ഇപ്പൊ ഈ അതുൽ ബ്രോനാണെങ്കിലും തോന്നിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷെ പറഞ്ഞ രീതി ഇത്തിരി കൂടിപ്പോയ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. എന്നാൽ പല സമയത്തേക്കും ഞാൻ പുള്ളിക്കാരന്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ സുജിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യണത്. അവന്റെ വീഡിയോ 10 മിനിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവൻ എന്നെ ഇപ്പോഴത്തെ വീഡിയോസിന് അവന് 2 മണിക്കൂർ മുന്നേ മറ്റേ മുന്നിട്ടതാണ്. അങ്ങനെ അവന് ഒരാഴ്ചക്കുള്ള കണ്ടന്റ് ഒറ്റയടിക്ക് കൊടുക്കുകയാണ്. അവന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. എന്റെ ചാനലിന്റെ പേര് അതുൽ വ്ളോഗ്സ് എന്നാണ് അവന്റെ ചാനലിന്റെ പേര്. അപ്പൊ എന്തായാലും തുടങ്ങാണ് ഞാൻ. അവന്റെ വീഡിയോസ് ഞാൻ ഇവിടെ സൈഡ് കൊടുക്കുക. അവന് കറക്റ്റ് മറുപടി ആയിട്ട് കൊടുക്കണം ഞാൻ. കാരണം അവന്റെ മുന്നേ കുറച്ച് ഞാൻ ഇന്നാണ് ഞാൻ അവന്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നത്. അതുപോലെ എന്റെ വീഡിയോ ഇന്നാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ഈ പറഞ്ഞുള്ള മറുപടി എനിക്ക് തരാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ഇവിടെ എന്റെ ഒരു ചാപ്റ്റർ ഞാൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്നെ വെച്ച് ഇനിയും കണ്ടന്റ് ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണു. ഇപ്പൊ ഞാൻ ഈ പറയുന്ന വീഡിയോസിന് പോലും കൂടി എനിക്ക് അവിടെ കണ്ടന്റ് കിട്ടി. ഓക്കെ എന്നെ വിറ്റ പൈസ കുറെ എന്റെ കയ്യിലുണ്ട്. ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു കണ്ടന്റ് ആയിട്ടാണ് നമ്മുടെ സുജിൻ വന്നിരിക്കുന്നത്. അപ്പൊ സുജിൻ ഈ പറയുന്നതിനകത്ത്, അതായത് ഇപ്പൊ ഈ കണ്ടന്റ് എന്ന് പറയുന്ന കാര്യം ഇപ്പൊ ഈ അതുൽ ബ്രോ ആണെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിലും ഇതേപോലുള്ള ഇഷ്ടം പോലെ ഈ ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ സുജിൻ ആണെങ്കിലും അതിൽ നിന്ന് വഴി റീച്ച് കയറുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിനകത്ത് ഈ സുജിൻ എങ്ങനെ പോയാലും ഇവരെയൊക്കെ ഒരു കണക്കിന് ഒരു ഇത് വേണം. പക്ഷേ ഈ സുജിൻ ഈ ഒരു വീഡിയോനകത്ത് ഫുൾ ഒരു തെറിവറയുള്ള ലൈനകത്താണ് പുള്ളിക്കാരെ പോകുന്നത്. ബാക്കി അത് മറ്റോ റിംഗ് ലൈറ്റും വെച്ചിരുന്നിട്ട് മറ്റോനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ നാട്ടുകാരെ നാളെ എന്താണ് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയിരിക്കുക. അതല്ല എന്റെ പണി. അനക്ക് വേറെ എന്താ പണി? ഈ സ്വന്തമായിട്ട് എന്ത് കിണ്ടിലെ മറ്റേ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വരെ ഈ ഒരു ഉണ്ടാക്കിയ ഒരു വീഡിയോ കാണിച്ചെടുക്കുക. ഞാൻ പ്രൊഫൈലിൽ കയറി നോക്കിയല്ലോ, ഫുള്ള് മറ്റവരെ പറ്റി കുറ്റം പറയുന്നത് മാത്രമേ എന്റെ വീഡിയോ ഉള്ളൂ. അതാണ് മറ്റേ പണി. പിന്നെ കാര്യം പറയാം, ഞാൻ പറയുന്നത് മലയാളം, നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയുന്നത് മലയാളം, വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന മലയാളം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളം. പിന്നെ നീ എന്തിനാണ് അത് റിയാക്ട് ചെയ്യണത്? നമുക്ക് കാണാണ്ട്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തു, ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട്. ഞാൻ മലയാളമാണ്. എന്റെ വീടിന്റെ അടിയിൽ വരുന്ന ആൾക്കാർ കമന്റ് ഇടുന്നത് മലയാളമാണ്, എല്ലാം മലയാളമാണ്. പിന്നെ എന്നെ പോലെ ഒരു ഇതിന് അവിടെ ആവശ്യമില്ല. കാരണം ഇടയിൽ വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആദ്യം നീ ഒരു കാര്യം ചെയ്യ്, സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യ്, അല്ലാണ്ട് മറ്റോന്റെ പോയി ഉണ്ടാക്കാതെ കേട്ടോ. അതിപ്പോ എങ്ങനെ സുജിന് പറയാൻ പറ്റണത് എങ്ങനെയാണ്? അതായത് ഇപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവരവരെന്ത് കണ്ടന്റ് ചെയ്യണമെന്ന്. അതായത് ഇപ്പൊ എന്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് കണ്ടന്റ് ചെയ്യണമെന്ന്, അതേപോലെ ഇപ്പൊ അതുൽ ബ്രോന്റെ ഇഷ്ടമാണ് പുള്ളി എന്ത് കണ്ടന്റ് ചെയ്യണമെന്ന്, അതേപോലെ തന്നെ സുജിന്റെ ഇഷ്ടമാണ് സുജിൻ എന്ത് കണ്ടന്റ് ചെയ്യണമെന്ന്. സുജിൻ ആ കണ്ടന്റ് കൊണ്ടായിട്ട് ഇപ്പൊ പബ്ലിക്കിനകത്ത് ഇടുമ്പോഴത്തേക്കും പബ്ലിക് അതിനകത്ത് ഒരു ഒപ്പീനിയൻ പറയും. അതിപ്പോ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും നീ അങ്ങനെ പറയാൻ പാടില്ല. ഒരുമാതിരി സിനിമക്കാര് പറയുന്ന പരിപാടിയില്ലേ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നീ അതിനെപ്പറ്റി അഭിപ്രായം പറയുക. അത് എവിടത്തെ ഏർപ്പാടാണ്? നമ്മൾ നമ്മുടെ സമയം കൊടുത്ത് ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. അതിന്റെ മെടുക്കടമൈര ഞാൻ പ്രൊമോട്ട് ചെയ്യും, ഇതാക്കി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഇനിയിപ്പോ കേസും കൂട്ടം വന്നാൽ അത് നോക്കാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കൂട്ടിക്കൈ. അതപ്പോ ഈ നോക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? എനിക്കെന്നുള്ളതല്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. അണക്ക് 500ന്റെ പ്രശ്നമാണെങ്കിൽ എനിക്കിവിടെ ലക്ഷങ്ങളുടെ പ്രശ്നമാണ്. മനസ്സിലായോ? ഞാൻ ഓട്ടോ സമയത്ത് എനിക്ക് 100ന്റെ 200ന്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എൻ്റെ അത് പറയുന്നുണ്ടോ? ഈ ആണോ ഈ നാട്ടിൽ പ്രശ്നമില്ലാത്ത ആള്? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായോ? അത് ചിന്തിക്കാനുള്ള കുറച്ച് ബുദ്ധി വേണം. അതൊക്കെ ഇല്ല, നമുക്ക് പ്രാന്താണെനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ എൻ്റെ വീഡിയോ കണ്ടിരിക്കാതെ തോന്നിയത്. നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ചാരയിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറയാൻ തന്നെ. ഞാൻ നാട്ടുകാരെ പറ്റി ചൂമ്പിച്ച് ജീവിക്കാന്ന് ഈ കൂട്ടിക്കോ. ഈ എന്താ മൈര ചെയ്യണത്?
മറ്റൊരു കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നത്. അപ്പൊ എന്നോട് ഞാൻ കാര്യം പറയട്ടെ, ഈ എന്റെ വീഡിയോ റിയാക്ട് ചെയ്തു കേട്ടോ. ഞാൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ എൻ്റെ വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയണുണ്ട്. ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ മലയാളികളാണ്, അവർക്കത് മനസ്സിലായി. ഇവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവർ ഇതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ സുജിന്റെ വീഡിയോന്റെ അടിയിലാണെങ്കിൽ നമ്മൾ കമന്റുകൾ നോക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സുജിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകൾ നമുക്ക് അതിന്റെ അടിയിൽ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കമന്റിന്റെ രൂപത്തിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ ഒരാൾ വീഡിയോ ഇട്ട് പറയുന്നു. അതിനിപ്പോ എന്താണ് തെറ്റ്? അതിനിപ്പോ എന്താണ് തെറ്റ്? നിങ്ങളുടെ വീഡിയോ ഫാമിലിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കുന്നു. അതാണ് നിങ്ങളുടെ കണ്ടന്റ്. അതേപോലെ പുള്ളി അവിടെ ഇരുന്നിട്ട് പുള്ളിയുടെ അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായം പുള്ളി പറയുന്ന രീതിയിനകത്ത് എനിക്ക് വിയോജിപ്പുകളുണ്ട് പലപ്പോഴും. പക്ഷേ എന്നാലും പുള്ളി പറയുന്ന അഭിപ്രായം അത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇവിടെ പുള്ളി പറഞ്ഞിരിക്കുന്നത്, സുജിൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സുജിൻ ഇവിടെ തെറികൾ പറയുന്നുണ്ട്. ഈ തെറി പറയുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. കാര്യം ഇപ്പൊ തെറി പറയാനായിട്ട് ആരെ കൊണ്ടും പറ്റും. അത് അങ്ങനെ ആർക്കും പറ്റാത്ത കേസൊന്നല്ല ഈ തെറി പറയുക എന്നുള്ളത്. അപ്പൊ തെറി പറഞ്ഞിട്ട് അതുവഴി എന്തോ മാസാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരൻ തെറി പറഞ്ഞത്. എന്തായാലും തെറി പറയൽ നല്ല കോമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറെ കേട്ടോ. നിന്റെ തന്ത, എന്റെ തന്തയാണ് പറയണത് കേട്ടോ. മനസ്സിലായോ? മനസ്സിലായോ എനിക്ക്? എടാ മൈര, അതെങ്കിലും ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതായത് എന്റെ ഓൺ കണ്ടന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നത്? ഞാൻ നീ എന്താ ചെയ്യണത്? എന്റെ വീടിന്റെ ബാക്കിൽ ഒരു കർട്ടനും വലിച്ചു കെട്ടിയിട്ട് അതിന്റെ ഫ്രണ്ടിൽ രണ്ട് റിംഗ് ലൈറ്റും വെച്ചിട്ട് മറ്റോന്റെ കുറ്റം അങ്ങനെ പറയുന്നു. അതല്ലേ ഈ ചെയ്യണത്? പണിക്കോയി ജീവിക്കട കുട്ടിയെ, പണിക്കോയി ജീവിക്ക്. സ്വന്തം ഇടത്തിൽ ഉണ്ടാക്കി, സ്വന്തം ഇടത്തിൽ പൈസ ഉണ്ടാക്ക്. അല്ല മറ്റോന്റെ പോയിട്ട് തട്ടി ജീവിക്കാതെ സ്വന്തം ഉണ്ടാക്ക്. അതെന്റെ പറയുള്ളൂ. മനസ്സിലായോ? എന്നെ പറ്റിയിട്ട് അന്നറിയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കത് അറിയാണ്ട് ചോദിക്കുകയാണ്. എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ട്രോളിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരാൾ ട്രോളിന്ന് പോയിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ടോ മറ്റേ വൈരാഗ്യമായിട്ടോ അങ്ങനെ ഒന്നുമില്ല. കാരണം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്നെ പറ്റി ട്രോളാണ്. ഇപ്പൊ ഈ നേരത്തെ തൊട്ട് മുന്നേ ഈ പറഞ്ഞു എന്നെ ട്രോളുന്ന ആൾക്കാരെ ഞാൻ തഴമ്പിച്ചു. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഇപ്പൊ ഈ വരുമ്പോഴും എന്റെ വീട്ടുകാർ വരുമ്പോഴും ആര് വരുമ്പോഴും എന്താണ് അവിടെ ഇളയതളപതി വിജയ്ക്ക് അടക്കണ്ട് നെഗറ്റീവ്. പിന്നെ ഇപ്പൊ എന്താണ് ഈ സോഷ്യൽ മീഡിയക്ക് വന്ന ഏതൊരുത്തനും നെഗറ്റീവ് ഉണ്ടായിരിക്കും. എന്റെ മനസ്സിൽ എനിക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി വരാൻ പാടില്ല. കാരണം അങ്ങനെയാണോ? ഞാനിപ്പോ യൂട്യൂബിൽ വന്നു, എനിക്ക് പോസിറ്റീവ് കമന്റ് മാത്രമേ വരാൻ പാടൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരാൻ പാടുമോ? സോഷ്യൽ മീഡിയയാണ്. ഞാൻ ചിന്തിക്കണ പോലെ ആയിരിക്കില്ല ആരും ചിന്തിക്കണ്ടായിരിക്കുക. അവർക്ക് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണ്ടായിരിക്കില്ല, അവർ റിയാക്ട് ചെയ്യും, കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരു റിയാക്ഷൻ അല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ റിയാക്ഷൻ ചെയ്യുന്ന ആളെയാണ് നീ തന്തയ്ക്ക് വിളിക്കുന്നത്. അപ്പൊ ഈ തന്തയ്ക്ക് വിളിയും അതേപോലെ പ്രാന്താണോ, അതേപോലത്തെ അവന് തലയ്ക്കെന്തോ ഇതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? അതായത് ഇപ്പൊ അങ്ങനെ അതായത് ഇതിപ്പോ ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു വിഷയത്തിനകത്ത്. അതായത് അതുൽ ബ്രോ പറഞ്ഞ ആ ഒരു കേസിനകത്താണെങ്കിലും എനിക്ക് ഇപ്പൊ ഭയങ്കര രീതിക്കുള്ള അഭിപ്രായം, അതായത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. അതേപോലെ ഈ സുജിൻ പറയണതാണെങ്കിൽ അത് അങ്ങേ അറ്റം മറ്റേ ഒരുമാതിരി നമ്മൾ ആൾക്കാരെ തെറി വിളിച്ച് തോപ്പിക്കുക അല്ലെങ്കിൽ മുണ്ടുപൊക്കി കാണിക്കുക എന്നുള്ള പരിപാടിയാണ് ഇവിടെ സുജിൻ കാണിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ സുജിന് ആകെ കൂടി ഇതിനകത്ത് ഒരു പോയിന്റാണ് പറഞ്ഞത്. അതായത് ഞാൻ എൻ്റെ സ്വന്തം കണ്ടന്റാണ് ചെയ്യുന്നത്, അവനെ റിയാക്ട് ചെയ്തിട്ടാണ്, അതായത് ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത് റിയാക്ട് ചെയ്തിട്ടാണ് അവൻ നടക്കുന്നത് എന്നുള്ളതാണ് സുജിന്റെ ആകെ ഒരു പോയിന്റ് ഈ ഒരു വീഡിയോനകത്തുള്ളത്. ഹോളായിട്ടുള്ള അതായത് ഈ ഒരു മൊത്തം വീഡിയോനകത്ത് സുജിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു ഒറ്റ പോയിന്റ്. ആ ഒരു പോയിന്റിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞല്ല. അതായത് അത് ഓരോരുത്തരും ഇഷ്ടമാണ് അവരെന്ത് കണ്ടന്റ് ചെയ്യണമെന്ന്. ഇപ്പൊ റിയാക്ഷൻ ചെയ്യരുതെന്ന് സുജിന് പറയാനായിട്ടുള്ള അവകാശമില്ല. കാര്യം റിയാക്ഷൻ അത് അവരുടെ ഇഷ്ടമാണെന്നേ. ഇപ്പൊ എന്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന്, അതേപോലെ ഓരോരുത്തരുടെ ഇഷ്ടമാണത്. അവരായിട്ട് കോൺടാക്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവന്റെ ചാനൽ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സോ അതിന്റെ വീഡിയോ കമന്റ്സും കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാനൊന്നും ഞാൻ ഓടുന്നത് അപ്പൊ തന്നെ ഡീറ്റെയിൽ ഇപ്പൊ മുന്നോട്ട് പറഞ്ഞു കേട്ടോ വീഡിയോസ് വരുന്നത് നമ്മളെ പോലെ വെച്ചിട്ടൊക്കെ പറഞ്ഞു. ഓക്കെ മറ്റേ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവർക്കൊന്ന് മെസ്സേജ് അയച്ചാലും വിചാരിച്ചു. പിന്നെ തോന്നി കുഴപ്പമില്ല അതിന്റെ അഭിപ്രായം നിങ്ങൾക്ക് പറയണേ. നമ്മളെ അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിലേറെ നെഗറ്റീവുകളായിട്ട് തലക്കേറ്റ് നടക്കുന്ന ആളാണ്. അല്ലാതെ നീയായിട്ട് കൊണ്ടുവന്നില്ല. നല്ല ഒന്നാം തരം ഉടായ്പകള് നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ നീ കാണിച്ചു. നിന്റെ വ്യൂവേഴ്സിനടക്കം നീ പറ്റിച്ച് ഉടായ്പ കാണിച്ചപ്പോ അത് തെളിയിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞു എന്റെ വ്യൂവേഴ്സിനെ അടക്കം ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞില്ലേ, അവരുടെ മുന്നിൽ തെളിവ് സഹിതം എത്തിക്ക്. മല്ലു ഫാമിലി സുജിൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ മല്ലു ഫാമിലി സുജിൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എത്തിക്ക്. ഞാൻ പറഞ്ഞില്ലേ എത്തിക്ക്. അത്ര വലിയ ആൺകുട്ടിയാണെങ്കിൽ എത്തിക്ക്. ചോദിച്ചിട്ട്
തീർക്കാൻ അന്ന് എന്റെ തന്ത വിളിച്ചത് എന്റെ ഉള്ളിലേക്ക് അണക്കത് എന്ത് റോളുള്ളത് ഞാനോട് ചോദിക്കട്ടെ, അവരുടെ ഫാമിലി ഇഷ്യൂ അണക്കെന്താ റോള്? എനിക്ക് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റിയ കമന്റ്സ് വന്നു. ഞാൻ കുറെ വട്ടമായി പറയണു, എന്നെ പറ്റി അതിൽ കമന്റ്സ് വന്നതോട് മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യമില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഈ എന്തിനാ വന്നിട്ട് ഈ എന്തിനാ മറ്റുള്ളവരെ കാര്യം സംസാരിക്കാൻ? ഞാനോട് ചോദിക്കട്ടെ, എന്തിനാ ഈ മറ്റുള്ളവരുടെ കാര്യം സംസാരിക്കണത്? പുള്ളിയുടെ കണ്ടന്റ് അതാണെന്നേ. ഇതെന്ത് പാടാണ്. അവനവന്റെ കണ്ടന്റ് ആണ് അവനവൻ ചെയ്യുന്നത്. ഇപ്പൊ സുജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഫാമിലി വ്ളോഗറാണ്. അപ്പൊ പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് കിടക്കുന്ന ഷൂട്ട് ചെയ്തിടലാണ്. അപ്പൊ വീട്ടിനകത്ത് കിടക്കുന്ന ഷൂട്ട് ചെയ്തിടുന്ന ഒരാൾ പെട്ടെന്ന് വന്നിട്ട് കണ്ടവന്റെ വിഷയത്തിനകത്ത് കയറി ഇടപെടുന്നു. അപ്പൊ ഒരാൾ ചോദിക്കും, നീ എന്തിനു ഇതിനകത്ത് വന്നു എന്ന്. എന്നാൽ അവിടെ മറ്റവന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പണി. അതായത് ഇപ്പൊ ഞാൻ അടക്കം ഇത് ചെയ്യുന്നവരുടെ പണി എന്ന് പറഞ്ഞാൽ കണ്ടവന്മാരുടെ കാര്യം നോക്കിയിട്ട് അതുവഴി വ്യൂസ് ഉണ്ടാക്കുന്നു. സോ സിമ്പിൾ. അപ്പൊ ആ ഒരു കാര്യവും പുള്ളി ചെയ്യുന്നത്. ഈ സുജിൻ അതിന്റെ ഇടയിൽ എന്തിനു വന്നു എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. എന്നാൽ ആ പുള്ളിയുടെ പണി അതാണ്. അപ്പൊ പിന്നെ പുള്ളിയോട് അത് ചോദിക്കുന്നതിൽ എന്ത് കാര്യമാണ് ഇരിക്കുന്നത്? പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ സുജിൻ പറയുന്ന ഒരു കേസുണ്ട്, തെളിയിക്കാൻ പറയുന്നുണ്ട്. ഈ തെളിയിക്കാനായിട്ട് ഇത് എന്താണ്? നിങ്ങളിപ്പോ ഒരു കാര്യം പബ്ലിക്കിനോട് പറയുമ്പോഴത്തേക്കും പബ്ലിക് അതിനകത്ത് പല രീതിക്കായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ചിലര് പറയും, ഓ സുജിൻ അടിപൊളി, സുജിൻ സെറ്റപ്പാണ്, മറ്റതാണ് മറിച്ചാണ്. ചിലര് പറയും സുജിൻ ഉടായിപ്പാണ്, മറ്റേത് സുജിൻ ഇത് പറ്റിക്കണേണ്, ആൾക്കാരെ പറ്റിക്കണേണെന്നൊക്കെ ചിലര് പറയും. അപ്പൊ അങ്ങനെ ഒരു ചിലരുടെ കൂട്ടത്തിനകത്ത് പെടുന്ന ഒരാളാണ് ഈ പുള്ളി. അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു. ഈ സുജിൻ ആ ഒരു വിഷയത്തിനകത്തൊക്കെ സുജിനെ തട്ടിപ്പ് നടത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇങ്ങനെ വെറുതെ വ്യൂവേഴ്സിനെയൊക്കെ പറ്റിക്കുന്ന രീതിക്കുള്ള കാര്യമാണ് സുജിൻ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നണതാണ്. നമുക്കൊരു കോമൺ സെൻസ് ഉണ്ട് ഒരു സാധനം കാണുമ്പോഴത്തേക്ക്. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന കാര്യമാണത്. അല്ലാണ്ട് ഇപ്പൊ അത് തെളിവ് വെച്ചിട്ട് തെളിയിച്ച് കോടതിയിനകത്ത് പോയിട്ട് മറ്റേ ഇത്. അപ്പൊ ഗൈസ് നൈസായിട്ട് നമ്മുടെ ക്യാമറ ചാർജ് കയറുന്നു ഓഫായി പോയിട്ടുണ്ട്. അപ്പൊ അതൊന്നായാലും പോട്ടെ. അപ്പൊ ഈ സുജിന്റെ മെയിൻ ആയിട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് നീ എന്തിന് ഞങ്ങളെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നു? നിനക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നിനക്ക് എന്ത് അവകാശമാണുള്ളത് ഇത് പറയാനായിട്ട് എന്നുള്ളതാണ് സുജിന്റെ ആകെയുള്ള ഒരു പോയിന്റ്. ആ ഒരു ഒറ്റ പോയിന്റ് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു 30 മിനിറ്റുള്ള വീഡിയോ ഫുൾ അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും അതിനകത്തില്ല. പിന്നെ കുറെ തെറിവിളി എന്തോ ഭയങ്കര കാര്യമായിട്ട് പുള്ളിക്കാരൻ കുറെ തെറി വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ തെറി വിളിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, അത് വലിയ കാര്യമൊന്നല്ല. ഈ തെറി വിളിക്കാന്നുള്ളത് ആർക്കായാലും തെറി വിളിക്കാന്നുള്ളത്, അതായത് ഈ മറ്റേ ഉത്തരം മുട്ടുമ്പോൾ മുണ്ടു നോക്കി കാണിക്കാന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തെറിവിളി തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പൊ തെറി വിളിച്ചോ ഞാനെന്തോ മഹാസംഭവമാണ് അങ്ങനെയൊന്നും എനിക്ക് ആ ഒരു വിഷയത്തിനകത്ത് തോന്നുന്നില്ല. തെറി വിളിക്കുന്നത് എന്തായാലും പക്ക ഒരുമാതിരി പരിപാടി തന്നെയാണ്. അപ്പൊ അതിനകത്തൊന്നും വലിയ ന്യായീകരിക്കലോ അല്ലെങ്കിൽ ഭയങ്കര മാസാവലോ അങ്ങനത്തെ പരിപാടി ഒന്നും ആയിട്ട് എനിക്ക് തെറിവിളി തോന്നിയിട്ടില്ല. അതിപ്പോ ആര് പറഞ്ഞാലും, അതിപ്പോ സുജിനാണെങ്കിലും ആരാണെങ്കിലും. ഇപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഇപ്പൊ അതുൽ ബ്രോനെ ഞാൻ മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള, അതേപോലെ സുജിനെ പിന്നെ എനിക്ക് സപ്പോർട്ടേ ഇല്ല. അപ്പൊ അത് രണ്ടുപേരുടെയും ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ അങ്ങനെ ഒരു സൈഡിലേക്ക് ഒന്നും നിൽക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമാണിത്. അപ്പൊ ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അതെ അതുൽ ബ്രോ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സുജിന് തന്തയില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് അടുത്ത കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്കപ്പോ അടുത്ത കണ്ടന്റ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതെല്ലാം കണ്ടന്റ് ആണ്. ഇപ്പൊ സുജിന് ഇതൊരു കണ്ടന്റ്, അതുൽ ബ്രോന് ഇതൊരു കണ്ടന്റ്, അപ്പൊ എല്ലാവർക്കും ഇതൊരു കണ്ടന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും കണ്ടന്റ് വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദിസ് ഈസ് കണ്ടന്റ് ക്രിയേഷൻ. അപ്പൊ എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ് ഇടാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോന്റെ ക്വാളിറ്റി ഒന്നും നോക്കണ്ട, എന്റെ മറ്റേ ഫോൺ ചാർജ് തീർന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഫോണിനകത്തേക്ക് മാറ്റിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.